ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനീസ് ആക്ട് 2013 29 ചാപ്റ്റേഴ്സ് ഉണ്ട്, 7 ഷെഡ്യൂൾസ് ഉണ്ട്, 470 സെക്ഷൻസ് ഉണ്ട് എന്നെല്ലാം പഠിച്ചു. അതിൽ നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രിലിമിനറി. അതിൽ 2 സെക്ഷൻസ് ആണുള്ളത്, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 1 പറയുന്നത് ഈ ആക്ടിന്റെ ഷോർട്ട് ടൈറ്റിൽ, എവിടെയെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ് എന്ന് തുടങ്ങും, എവിടെയില്ല, ആർക്കെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്, കാര്യങ്ങളാണ് സെക്ഷൻ 1 പറഞ്ഞത്. സെക്ഷൻ 2 കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ ചില ഡെഫിനിഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ചാപ്റ്റർ 2 വന്നു. ചാപ്റ്റർ 2 പേര് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡന്റൽ thereto. നമുക്ക് സെക്ഷൻ 3 മുതൽ സെക്ഷൻ 22 വരെയുള്ള സെക്ഷൻസ് ആണ് ചാപ്റ്റർ 2 വരുന്നത്. അതിൽ നമ്മൾ സെക്ഷൻ 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 3 ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യാൻ 7 or more person വേണം. The company is a public company. 2 or more person വേണം if the company is a private company. 1 person വേണം if company is a 1 person company. They should subscribe their name to a memorandum, and also they should satisfy all condition in respect of registration. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കമ്പനിയായി. ആ കമ്പനി അത് ലിമിറ്റഡ് കമ്പനി ആവാം, അൺലിമിറ്റഡ് കമ്പനി ആവാം. ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 3 ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളൊരു പുതിയ സെക്ഷൻ നോക്കാം. സെക്ഷൻ 3A, severally liable in certain cases. Members may severally liable in certain cases. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 7 or more person വേണം. പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 2 or more person വേണം. 1 person കമ്പനി ഫോം ചെയ്യണമെങ്കിൽ ഒരാൾ വേണം. ഇനി ഏതെങ്കിലും സമയത്ത് ഈ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം, പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം 7 കുറഞ്ഞു, പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സിന്റെ എണ്ണം 2 കുറഞ്ഞു, എന്നിട്ട് ആ കമ്പനി വീണ്ടും ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു, 6 months കൂടുതൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 months ശേഷം കമ്പനിയിൽ മെമ്പർമാരായിരുന്ന എല്ലാവരും അവര് സെവറലി ലയബിൾ ആണ് ഫോർ ദ കോൺട്രാക്ട് ദേ എൻറ്റേർഡ് ഇൻ ടു ആഫ്റ്റർ ദ 6 months. ഈ 6 മാസത്തിന് ശേഷം ഏതെല്ലാം കോൺട്രാക്റ്റിൽ അവർ എൻറ്റർ ചെയ്തു അതിൻ്റെ ഡെപ്സുകൾക്കെല്ലാം ഈ മെമ്പേഴ്സ് പേഴ്സണലി ലയബിൾ ആണ്. എന്തുകൊണ്ട് ഇവിടെ 1 person കമ്പനിയെ പറ്റി പറഞ്ഞില്ല? 1 person കമ്പനിക്ക് നമ്പർ 1 കുറയില്ല. കാരണം ഒരു നോമിനിയുടെ പേര് മെമ്മോറാണ്ടത്തിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദി മെമ്പർ ഹൂ ഷാൾ ബി ദ മെമ്പർ എന്നുള്ള കാര്യം 1 person കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ഒരു നോമിനി ആയിട്ട് പറയുന്നത് കൊണ്ട് അവരുടെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കമ്പനി
പബ്ലിക് കമ്പനി അവരുടെ മിനിമം നമ്പർ ആയിട്ടുള്ള 7-ൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനി അവരുടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയ 2-ൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അവർ 6 മാസത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ, ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഏതെല്ലാം മെമ്പർമാരുണ്ടായിരുന്നോ അവര് അത് അവെയർ ആണെങ്കിൽ, കോഗ്നിസെന്റ് ആൻഡ് കോഗ്നിസെന്റ്, അവര് അവെയർ ആയിരുന്നെങ്കിൽ ആ അവെയർ ആയ എല്ലാവരും പേഴ്സണലി ലയബിൾ ആയിത്തീരും. സെവറലി ലയബിൾ, അവരുടെ പേരിൽ കേസ് വരാനും സാധ്യത ഉണ്ട്. ഇത് നമ്മൾ സെക്ഷൻ 3 വയലേറ്റ് ചെയ്യുമ്പോഴാണ് സെക്ഷൻ 3A പറയുന്നത്. സെക്ഷൻ 3-ൽ പറയുന്ന കാര്യങ്ങൾ 7 or more person, 2 or more person പറയുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 3A ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഈ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റീസെന്റ് ആയിട്ട് നമ്മൾ കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ ഈ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2017 വന്നപ്പോഴാണ് ഈ സെക്ഷന് ഇൻട്രൊഡ്യൂസ് ആയത്. സെക്ഷൻ 3A ഇൻട്രൊഡ്യൂസ് ആയത് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2013-ലാണ്. ഫ്രം 9th February 2018 മുതൽ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. നമുക്ക് സെക്ഷനിലേക്ക് വരാം. Members severally liable in certain cases. Section 3 subsection Section 3A. Section 3 capital A ആണ്, subsection അല്ല. Section 3 capital A. If at any time the number of members of a company is reduced, in case of a public company below 7, in case of a private company below 2, and the company carries on the business for more than 6 months, എന്നിട്ട് ആ കമ്പനി 6 മാസത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യുകയും ചെയ്തു, while the number of members is so reduced, then every person who is a member of the company during the time that it so carries on the business after those 6 months and is cognizant, അദ്ദേഹം അതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരുന്നു, ഈ പറയപ്പെട്ട ആളുകൾ, of the fact that it is carrying on the business with less than 7 members or 2 members, as the case may be. കമ്പനി ബിസിനസ് ചെയ്യുന്നത് 7 മെമ്പർമാരിൽ കുറവായിട്ടാണ്, പബ്ലിക് കമ്പനിയുടെ കേസിൽ 2 മെമ്പർമാരിൽ കുറവായിട്ടാണ് ഈ കമ്പനി ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവര് അവെയർ ആയിരുന്നു, ആ ഫാക്ട് ഇവർക്ക് അറിയാമായിരുന്നു, എങ്കിൽ ഷാൾ ബി സെവറലി ലയബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഹോൾ ഡെബ്റ്റ്സ്, എല്ലാ കടങ്ങളും കൊടുത്തു തീർക്കണം, ഓഫ് ദ കമ്പനി കോൺട്രാക്റ്റഡ് during that time, and ഇവരുടെ പേരിൽ severally may be severally sued for therefore. ഇതാണ് സെക്ഷൻ 3A. Members severally liable in certain cases. നമ്മൾ സെക്ഷൻ 1, 2, 3 and 3A കഴിഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ 4-ലേക്ക് വരുന്നേക്കാൾ മുമ്പ് സെക്ഷൻ 7 ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 20-ൽ നമ്മൾ എന്താണ് കമ്പനി എന്ന് ഡിസ്കസ് ചെയ്തു. കമ്പനി ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 20-ലാണ്. Company means a company incorporated under this act or any previous company law. Incorporated under this act. എങ്ങനെയാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുക? ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഫയൽ ചെയ്യണം, അത് എവിടെ ഫയൽ ചെയ്യണം? with the registrar of companies. ഏത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ? within whose jurisdiction the registered office of the company is proposed to be situated. ഏത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ സ്റ്റേറ്റിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഏതാണ്, ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലാണ് ഇത് ഇത്തരം ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യേണ്ടത്. ചില സ്റ്റേറ്റിൽ 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ 2 രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉണ്ട്, അതേപോലെ മഹാരാഷ്ട്രയിലും
2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. തമിഴ്നാട്ടിൽ നമ്മുടെ കോയമ്പത്തൂരുണ്ട് ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതേപോലെ ചെന്നൈയിലുണ്ട്. കോയമ്പത്തൂരിൻ്റെ സ്പെല്ലിംഗ് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. രണ്ട് ടി എച്ച് ഉണ്ടെന്നാ തോന്നുന്നു. 2 TH OOR ഇങ്ങനെയാണ് തോന്നുന്നു. കോയമ്പത്തൂർ. ഓക്കെ, അറിയില്ല, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ജുറിസ്ഡിക്ഷനിലാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത്, ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഓഫീസിൽ ഈ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം. ഓൺലൈൻ ഫയൽ ചെയ്താൽ മതി. നമ്മൾ കേരള സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അവിടെ വേണം നമ്മൾ ഇത്തരം ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യാൻ. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അത് എല്ലാവരും സൈൻ ചെയ്തായിരിക്കും. ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. മെമ്മോറാണ്ടം ഫയൽ ചെയ്യണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യണം. അത് എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിരിക്കണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 ആളുകൾ സൈൻ ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര് സൈൻ ചെയ്തിരിക്കണം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ ഒരാൾ സൈൻ ചെയ്തിരിക്കണം. അത് സൈൻ ചെയ്യുന്നതിന് ചില പ്രിസ്ക്രിപ്ഷൻ റൂൾസ് പറയുന്നുണ്ട്. നമ്മുടെ റൂൾ 13 ആണ് അതുമായി ബന്ധപ്പെട്ട റൂൾസ്. സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂൾസ് പറയുന്നത് റൂൾ 13ലാണ്. ചാപ്റ്റർ 2ന്റെ റൂൾ 13. എല്ലാവരും സൈൻ ചെയ്യണം. അവരവരുടെ പേര് പറയണം, അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ. അത് സൈൻ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് 1 വിറ്റ്നസ്. ഒരു സാക്ഷി വേണം. സാക്ഷി പറയുന്ന ആളും അദ്ദേഹം യു ഷാൾ അറ്റസ്റ്റ് ദ സിഗ്നേച്ചർ. അദ്ദേഹത്തിന് അറിയാമെന്നുള്ള കാര്യം സൈൻ ചെയ്ത് പറയണം. എന്തെന്ന്, ഐ വിറ്റ്നസ് to the subscriber who has given the who has subscribed and signed in my presence എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡേറ്റും പ്ലേസും എല്ലാം ഇട്ട് അദ്ദേഹം ഫർദർ പറയണം, ഐ ഹാവ് വെരിഫൈഡ് their identity details for their identification and satisfied myself that the identification particulars are filled in എന്ന് പറയണം. അതേപോലെ ഈ സബ്സ്ക്രൈബേഴ്സും അവരും സൈൻ ചെയ്യണം. ഈ സൈൻ ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർ തമ്പ് ഇംപ്രഷൻ വെക്കണം. ഇതാണ് സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി വേറൊരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. ഡിക്ലറേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഫോം INC 8 എന്ന് പറയുന്ന ഫോമിൽ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. by an advocate or chartered accountant or cost accountant or company secretary in practice who is engaged in the formation of the company. company ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ 4 പ്രൊഫഷണൽസിൽ ആരെങ്കിലും നിന്നും ഒരു ഡിക്ലറേഷൻ. അതേപോലെ ആൻഡ് by a person named in the articles. ആർട്ടിക്കിൾസിൽ പേര് പറയുന്ന ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി ഇവയിൽ ആരെങ്കിലും ആളുകളുടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇവരും 2 പേരും ചേർന്ന് ഡിക്ലറേഷൻ കൊടുക്കണം. എന്തെന്ന്, all the requirements of this act and rules made thereunder in respect of registration and matters present and incidental thereto have been complied with. കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഈ ആക്ടിലും റൂൾസിലും പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ CA, CMA, CS അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ഈ പറയപ്പെട്ട ആളുകൾ, ഇതാണ് പ്രൊഫഷണൽസ്. ഇവർ കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ പ്രൊഫഷണൽസ് പ്ലസ് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പേര് പറഞ്ഞിട്ടുള്ള DMS, ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി. ഇവര് പറയുന്നത് എന്താണ്,
all matters related to the formation of the company that is given in the Companies Act. ആക്ടിലും റൂൾസിലും പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഷാൾ ബി ഫയൽ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇനി വേറൊരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. നേരത്തെ ഇതിന്റെ പേര് അഫിഡവിറ്റ് എന്നായിരുന്നു. ഇപ്പോൾ അത് അമെൻമെന്റ് ആക്ട് 2017 വന്നതിന് ശേഷം അതിന്റെ പേര് ഡിക്ലറേഷൻ എന്നാക്കിയിട്ടുണ്ട്. വേറൊരു ഡിക്ലറേഷനും കൂടെ ഫയൽ ചെയ്യണം. അത് കമ്പനിയുടെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ, സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം ആൻഡ് ഫ്രം പേഴ്സൺ നെയിംഡ് ആസ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ദ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ ഡയറക്ടേഴ്സ് എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളുകൾ. അവർ പറയുന്നത് എന്താണ്? ഒരു ഡിക്ലറേഷൻ ഈസ് നോട്ട് കോൺവിക്റ്റഡ് എനി ഒഫൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ, ഫോർമേഷൻ or management of any company. ഏതെങ്കിലും കമ്പനിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്പനി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒഫൻസിൽ ഇവര് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ. അതേപോലെ he has not found any guilty of any fraud, misfeasance or any breach of duty to any company under this act or any previous company law during the preceding 5 years. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇദ്ദേഹം ഏതെങ്കിലും ഫ്രോഡിലോ മിസ്ഫീസൻസിലോ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയിലോ ആർക്ക് ടു എനി കമ്പനി, ഏതെങ്കിലും കമ്പനിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫ്രോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അത് ഈ ആക്ട് പ്രകാരമാവട്ടെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആക്ടിലാവട്ടെ, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അത് കൊടുക്കേണ്ടത് കമ്പനിയുടെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ, അതാ 7 or more person, 2 or more person, 1 person, അവരാണ് അത് ചെയ്യേണ്ടത്. അതേപോലെ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഇതൊന്നും പ്രൊഫഷണൽസ് അല്ല കൊടുക്കേണ്ടത്. കമ്പനിയുടെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഇവർ കമ്പനിയുടെ ഫോർമേഷനുമായി, ഏതെങ്കിലും കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടോ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ അവര് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, കൺവിക്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അതേപോലെ ഫ്രോഡുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യം വേണം ഫയൽ ചെയ്യാൻ. ആൻഡ് ഒരു ഡിക്ലറേഷനും കൂടി അതിനോട് കൂടി ചേർത്ത് ഡിക്ലറേഷൻ all the documents files with the registrar for registration of the company contain information that is correct, complete and true. ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇവർ ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ അതെല്ലാം കറക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, ട്രൂ ആണെന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനും കൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. അടുത്തതായിട്ട് കൊടുക്കേണ്ടത് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് എന്താണ് അത് പറയണം. ആൻഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് എവരി സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. കമ്പനിയുടെ ഈ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും പറയണം. അവരുടെ ഐഡന്റിറ്റി പെർട്ടിക്കുലേഴ്സ്, അവരുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ, പാൻ നമ്പർ, പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, പ്രസന്റ് അഡ്രസ്, ഇമെയിൽ ഐ ഡി, ടെലിഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, എല്ലാ ഡീറ്റെയിൽസും വരണം. അവർക്ക് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അഡിന് എല്ലാം പറയണം. ഇതൊരു ഫോറിൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത എല്ലാ ഡീറ്റെയിൽസും അവരും കൊടുക്കേണ്ടി വരും. ഇതൊരു നമ്മൾ ഒരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റ് പല ഡീറ്റെയിൽസും ആ ബോഡി കോർപ്പറേറ്റിൻ്റെതും കൊടുക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് കുറേ ഡീറ്റെയിൽസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ബോഡി കോർപ്പറേറ്റിൻ്റെ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ, അവരുടെ ഇമെയിൽ ഐ ഡി. അതൊരു കമ്പനി ആണെങ്കിൽ അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ബോർഡ് റെസൊല്യൂഷൻസ് വേണം. അതേപോലെ ഈ ബോഡി കോർപ്പറേറ്റ് ഒരു LLP ആണെങ്കിൽ, അതായത് ഈ സബ്സ്ക്രൈബർ ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, ആ ബോഡി കോർപ്പറേറ്റ് LLP ആണെങ്കിൽ ആ LLPയിലെ എല്ലാ പാർട്ട്നേഴ്സും അഗ്രി ചെയ്ത ഒരു സർട്ടിഫൈഡ് ട്രൂ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ
അതെല്ലാം ഇതിൻ്റെ കൂടെ പെർട്ടിക്കുലേഴ്സ് ആയിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. പെർട്ടിക്കുലേഴ്സ് ഓഫ് എവരി സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. Their name including surname, family name, residential address, nationality and such other particulars. Such other particulars ഒരുപാട് ഡീറ്റെയിൽസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അവരും ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇവരുടെ റെസൊല്യൂഷൻസും എല്ലാം കൊടുക്കേണ്ടി വരും. ഇത് ഈ കമ്പനി വേറൊരു കമ്പനിയിലെ സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ് ഈ ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ ആ ബോഡി കോർപ്പറേറ്റിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണം. ഇനി കൊടുക്കേണ്ട ഡീറ്റെയിൽസ് particulars of the interest of the person mentioned in the articles as first directors of the company in other firms or body corporate along with their consent to act as director of the company in such form and manner as may be prescribed. ഈ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് പറയപ്പെടുന്ന ആളുകൾക്ക് വേറെ ഏതെങ്കിലും ഫേമുകളിലോ ബോഡി കോർപ്പറേറ്റുകളിലോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയണം. അതേപോലെ ഇവര് ഡയറക്ടർ ആവാനുള്ള അവരുടെ കൺസെന്റ് അതും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. ഈ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഫേമുകളിലോ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റുകളിലോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് പറയണം. അതുപോലെ ഇവർ ഈ കമ്പനിയിൽ പുതുതായി ഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയിൽ ഡയറക്ടർ ആവാനുള്ള കൺസെന്റ് അതും ROC-യിൽ ഫയൽ ചെയ്യണം. അപ്പോൾ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? ഒന്ന്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പിന്നെ വേണ്ടത് പെർട്ടിക്കുലേഴ്സ്, ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ ഫ്രം പ്രൊഫഷണൽസ് ആൻഡ് ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി. ഇവർ കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്പനീസ് ആക്ടിലും റൂൾസിലും പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഡിക്ലറേഷൻ. പിന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും ഡിക്ലറേഷൻ, അവർ നോട്ട് കൺവിക്റ്റഡ് എന്ന് പറയുന്ന ആ ഡിക്ലറേഷൻ. പിന്നെ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ പെർട്ടിക്കുലേഴ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്, അവരുടെ എല്ലാ ഡീറ്റെയിൽസും, നെയിം, സർനെയിം, ഫാമിലി നെയിം എന്നൊക്കെ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും. പിന്നെ ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സിന് വേറെ ഏതെങ്കിലും ഫേമിലോ ബോഡി കോർപ്പറേറ്റുകളിലോ ഒക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ അവർ ഡയറക്ടർ ആവാനുള്ള കൺസെന്റ്. ഇത്തരം കാര്യങ്ങളാണ് കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ജുറിസ്ഡിക്ഷനിലാണ് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത്. ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഇത്രയും ഡീറ്റെയിൽസ് ഫയൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൺ ദി ബേസ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫർമേഷൻ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യും, കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും എല്ലാം രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അവരൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നാണ് അതിന് പറയുക. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ INC 13 എന്ന് പറയുന്ന ഫോമിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുന്നത്. കമ്പനിയുടെ പേരെല്ലാം അതിനകത്ത് ഉണ്ടാവും, ഒരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും, കമ്പനിയുടെ പാൻ പോലും അതിനകത്ത് പറയണം എന്നാണ് ഇപ്പൊ പറയുന്നത്. INC 11 ആ ഫോം വരുന്നത്. കമ്പനിയുടെ പാൻ നമ്പർ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടാവും ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. പുതിയ റൂൾസ് അങ്ങനെയാണ്. അതേപോലെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനകത്ത് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. കമ്പനിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവും ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനകത്ത്. ദാറ്റ് ഷാൾ ബി മെൻഷൻഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂഡ്, the registrar shall allot a corporate identity number to the company, which shall be a distinct identity for the company and shall also be included in the certificate.
ഈ സിന് സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാവും, കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. ഈ ഫയൽ ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സിന്റെയും ഇൻഫർമേഷൻസിന്റെയും എല്ലാത്തിൻ്റെയും കോപ്പി അത് സൂക്ഷിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഫയൽ ചെയ്യുന്ന 2 ഡിക്ലറേഷൻ. ഒന്ന് ഡിക്ലറേഷൻ ആരുടെയൊക്കെ? നമ്മൾ പ്രൊഫഷണൽസിന്റെയും DMSഉം കൊടുക്കുന്ന ഡിക്ലറേഷൻ. അതേപോലെ ഇവർ കൺവിക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഡിക്ലറേഷൻ. അതുപോലെ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, പെർട്ടിക്കുലേഴ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്, പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. ഫയൽ ചെയ്ത എല്ലാ സംഭവങ്ങളുടെയും ഒറിജിനൽ കോപ്പി, നമ്മളിതെല്ലാം ഫയൽ ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ ഫയലിംഗ് ആണ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും ഒറിജിനൽ കോപ്പി ഷാൾ മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ്. അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, അത് കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണം കറക്റ്റായിട്ട് അറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ഇതിൻ്റെ എല്ലാം കോപ്പികൾ സൂക്ഷിക്കണം ഇൻ ഒറിജിനൽ ഫോം. ടിൽ ഇസ് ഡിസൊല്യൂഷൻ, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെ ഈ ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും എല്ലാം രജിസ്റ്റേർഡ് ഓഫീസിൽ കമ്പനി അത് സൂക്ഷിക്കണം. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ? കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ പേരിലാണ് അറിയപ്പെടുക. കമ്പനി വിൽ ബിക്കം എ ബോഡി കോർപ്പറേറ്റ്. അതേപോലെ അത് കമ്പനിയുടെ മെമ്മോറാണ്ടം എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിട്ട് വരും. പിന്നെ അതിനുശേഷം വരുന്ന ടൈം ടു ടൈമിൽ അതിന്റെ മെമ്പർമാർ വരുന്നവരെല്ലാം മെമ്പർമാരായി വരും. പിന്നെ കമ്പനിക്ക് പെർപെച്വൽ സക്സഷൻ ആണ്. കമ്പനി വിൽ ഹാവ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ്. From the date of incorporation mentioned in the certificate, such subscribers to the memorandum and all other persons as may from time to time become members. അവരെല്ലാം കമ്പനിയുടെ മെമ്പർമാരായി വരും. ആ കമ്പനിയുടെ പബ്ലിക് കമ്പനി ആണെങ്കിൽ ഫോം ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത 7 ആളുകൾ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരെങ്കിലും വേണം. ആ 2 പേര്, 1 person കമ്പനി ആണെങ്കിൽ ആ ഒരാൾ, they will become the members of the company. And company will become a body corporate by the name. കമ്പനിക്ക് ഒരു പേരൊക്കെ ഉണ്ടാവും, ആ പേരിലാണ് പിന്നീട് അത് അറിയപ്പെടുക. Capable of executing all the functions of an incorporated company under this. കമ്പനിക്ക് പിന്നെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. Perpetual succession, കമ്പനിക്ക് അസറ്റ്സുകളെല്ലാം അക്വയർ ചെയ്യാം, അത് ഹോൾഡ് ചെയ്ത് വെക്കാം, അത് വിൽക്കാം. മൂവബിൾ പ്രോപ്പർട്ടി ആവട്ടെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവട്ടെ, ടാഞ്ചിബിൾ ആവട്ടെ, ഇൻടാഞ്ചിബിൾ ആവട്ടെ, എന്ത് ടൈപ്പ് സംഭവങ്ങളും കമ്പനിക്ക് വാങ്ങാനും വിൽക്കാനും അത് ഹോൾഡ് ചെയ്യാനും എല്ലാം ഉള്ള അധികാരം ഉണ്ടാവും. കമ്പനിക്ക് കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടാൻ പറ്റും. മേ ബി entered into contract, can sue and be sued. കമ്പനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. കമ്പനി പിന്നെ ഒരു ലീഗൽ പേഴ്സൺ ആയി മാറി ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ. ഇതാണ് ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ, സെക്ഷൻ 9. ഇനി കമ്പനിയുടെ മെമ്മോറാണ്ടമാണ് സെക്ഷൻ 4. അപ്പോൾ നമ്മൾ സെക്ഷൻ 7 പഠിച്ചു, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി പഠിച്ചു. അതേപോലെ സെക്ഷൻ 9 പഠിച്ചു, ഇഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതേപോലെ നമ്മൾ നോക്കിയത് സെക്ഷൻ 3A ആണ്. നമ്മൾ വിട്ടുപോയ സെക്ഷൻ 4, 5, 6 പിന്നെ 8ഉം വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ ഈ സെക്ഷൻ 4ലേക്ക് വരാം. മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി, സെക്ഷൻ 4. മെമ്മോറാണ്ടം എന്താണെന്ന് ഡെഫിനിഷൻ പാർട്ടിൽ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 56. Memorandum means memorandum of association of a company is originally framed or altered from time to time in pursuance of any previous company law or of this act. Memorandum എന്ന് പറഞ്ഞാൽ memorandum of association ആണ്. Originally framed or altered from time to time. Originally ഫ്രെയിം ചെയ്ത സംഭവങ്ങൾ പിന്നീട് അത് ആൾട്ടർ ചെയ്ത കാര്യങ്ങൾ എല്ലാം memorandum എന്ന് അറിയപ്പെടും. ഇനി മെമ്മോറാണ്ടത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പോകും. സെക്ഷൻ 4ലാണ് മെമ്മോറാണ്ടത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. സെക്ഷൻ 4(1) മെമ്മോറാണ്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം. 4(1)A നെയിം ക്ലോസ് ആണ്.
The memorandum of a company shall state the name of the company with the last word limited in case of a public company and private limited in case of a private limited company. പക്ഷെ ഇത് സെക്ഷൻ 8 കമ്പനീസിന് അപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞാൽ എ കമ്പനി വിച്ച് ഈസ് പ്രൊമോട്ടഡ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെന്റ്, റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഫോം ചെയ്യുന്ന നോട്ട് ഫോർ പ്രോഫിറ്റിന് വേണ്ടി ഫോം ചെയ്ത കമ്പനികളെയാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത്. സെക്ഷൻ 8 കമ്പനികൾക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അപ്ലിക്കബിൾ അല്ല. അല്ലാത്ത കമ്പനികൾക്ക് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അതിന്റെ പേരിന്റെ കൂടെ വേണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് വേണം. 1% കമ്പനി ആണെങ്കിൽ നമ്മൾ വേറൊരു സെക്ഷൻ 12 പറയുന്നുണ്ട്. 1% കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിന് താഴെ ബ്രാക്കറ്റില് 1% കമ്പനി എന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 12 തോന്നുന്നു അവിടെ അത് പറയുന്നുണ്ട്. ഓക്കെ, അല്ലാത്ത കമ്പനികൾക്ക് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും അത് പബ്ലിക് കമ്പനി ലിമിറ്റഡ് മാത്രം പറഞ്ഞാൽ മതി. പബ്ലിക് കമ്പനി ആണെങ്കിൽ ജസ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. വേറെ ബ്രാക്കറ്റിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. 1% കമ്പനി ആണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ അത് 1% കമ്പനിയാന്നുള്ള കാര്യം പ്രത്യേകം ബ്രാക്കറ്റിൽ പറയണം. കമ്പനിയുടെ പേരിന് താഴെ പറയണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 4(1)(b) മെമ്മോറാണ്ടത്തിൽ പറയുന്ന അടുത്ത സംഭവമാണ് സ്റ്റേറ്റ്. ഏത് സംസ്ഥാനത്താണ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്, പ്ലേസ് എന്നല്ല. മുമ്പത്തെ ആക്ടിലൊക്കെ പ്ലേസ് എന്നായിരുന്നു. പക്ഷേ ഈ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞത് സ്റ്റേറ്റ്. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. ഏത് സംസ്ഥാനത്താണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയണം. രണ്ട് കാര്യങ്ങളായി, ഒന്ന് പേര്, അതേപോലെ സ്റ്റേറ്റ്. നെക്സ്റ്റ് 4(1)(c) മെമ്മോറാണ്ടത്തിൽ പറയുന്ന ഒബ്ജക്ട്സ്. എന്ത് ആവശ്യത്തിനാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്? ദി ഒബ്ജക്ട്സ് ഫോർ വിച്ച് ദ കമ്പനി is proposed to be incorporated. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? and any matter considered necessary in furtherance thereof. രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഒബ്ജക്റ്റ്, അതേപോലെ any other matter considered necessary. മെയിൻ ആയിട്ടുള്ള കാര്യവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം ഒബ്ജക്ട്സ് ക്ലോസിൽ. 4(1)(d) മെമ്മോറാണ്ടത്തിൽ പറയുന്ന ലയബിലിറ്റി. കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി. കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അത് ചിലപ്പോൾ ലിമിറ്റഡ് ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആവാം. ഓക്കെ, ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം. അങ്ങനെയാണെങ്കിൽ അതിൽ പറയണം the liability of its members is limited to the amount unpaid on the shares. ആ ഷെയറുമിൽ എത്ര രൂപയാണ് ഓരോ മെമ്പർമാരും കൊടുക്കാനുള്ളത്, അത്രയാണ് ആ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി. ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്ന് മെമ്മോറാണ്ടത്തിൽ പറയണം. അൺലിമിറ്റഡ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണെന്ന് പറയണം. ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ? ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ദി എമൗണ്ട് അപ് ടു വിച്ച് ഈച്ച് മെമ്പർ undertake to contribute to the assets of the company in the event of winding up and to the expenses എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് ഈ മെമ്മോറാണ്ടത്തിൽ ലയബിലിറ്റി ക്ലോസിൽ പറയണം. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി. ഇനി പറയുന്നത് ക്യാപിറ്റൽ ആണ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, അത് എത്ര എമൗണ്ട് ആണ്, എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ വിച്ച് ദ കമ്പനി ഈസ് ടു ബി രജിസ്റ്റേർഡ്, ആൻഡ് ദ ഡിവിഷൻസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്, നമ്പർ ഓഫ് ഷെയർസ്. ഓരോ സബ്സ്ക്രൈബേഴ്സും എത്ര നമ്പർ ഓഫ് ഷെയർസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയണം. ഓരോ സബ്സ്ക്രൈബേഴ്സും എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 ഷെയർ എങ്കിലും എടുക്കണം ഓരോരുത്തരും. ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1 ഷെയർ. ഓരോ സബ്സ്ക്രൈബേഴ്സും at least they should take at least 1 share. Number of shares each subscribers to the memorandum intends to take indicate opposite its name. ഓരോ സബ്സ്ക്രൈബേഴ്സും എടുക്കുന്ന ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് ആ പേരിന് നേരെ അവരുടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അവരെടുക്കുന്നത്, ആ നമ്പർ ഓഫ് ഷെയർസ് അതിനകത്ത്
ഓരോ ആളുകളുടെയും പേരിനെ വരെ പറയാം. ഇനി ഇതൊരു 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടത്തിൽ ഈ 1 person കമ്പനിയുടെ മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻ ദി ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് ദ സബ്സ്ക്രൈബർ, ഒരാളല്ലേ ഉള്ളൂ ഇതിലെ സബ്സ്ക്രൈബർ ആയിട്ട്, അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹൂ ഷാൾ ബിക്കം ദ മെമ്പർ, പിന്നീട് ആരാണ് കമ്പനിയുടെ മെമ്പർ ആവുക എന്ന് പറയുന്ന ഒരു നോമിനിയുടെ പേര് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറയണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയേണ്ടത്? ഒന്ന്, കമ്പനിയുടെ നെയിം പറയണം, ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറയണം, കമ്പനിയുടെ ഒബ്ജക്ട്സ്, ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ എന്നുള്ള കാര്യങ്ങൾ, ക്യാപിറ്റൽ എത്രയാണ്, ഇതൊരു 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നോമിനിയുടെ ഡീറ്റെയിൽസും കൂടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറയണം. സെക്ഷൻ 4 പറയുന്നത് കമ്പനിയുടെ പേര്, സ്റ്റേറ്റ്, ഒബ്ജക്ട്സ്, liability of members, share capital, nominee in case of 1 person company. ഇതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഷാൾ ബി ആസ് പെർ ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട്. നമുക്കറിയാം കമ്പനീസ് ആക്ടിൽ 7 ഷെഡ്യൂൾ ഉണ്ട്. അതിലൊരു ഷെഡ്യൂളിലാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഫോർമാറ്റ്സ് ഉണ്ട്. ഷെഡ്യൂൾ 1 ആ ഫോർമാറ്റ്സ് പറയാം. ടേബിൾ എ, ടേബിൾ ബി, ടേബിൾ സി, ഇതെല്ലാം കമ്പനി ലിമിറ്റഡ് കമ്പനീസിനുള്ളതാണ്. ടേബിൾ എ, ടേബിൾ ബി, ടേബിൾ സി. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഇതിന്റെ ഫോർമാറ്റ്സ് ആണ് ലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനീസിന് unlimited company not having share capital, unlimited company having share capital. Table A, B, C, D and E. അപ്പോൾ 5 ടേബിൾസ് ആണ്. ഒന്ന്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ആദ്യം നോട്ടാണ്, നോട്ട്, പിന്നെയാണ് ഹാവിംഗ് വരുന്നത്. ഓക്കെ, ആദ്യം ഷെയർ, ഗ്യാരണ്ടി, ഗ്യാരണ്ടി, ഇത് രണ്ടും അൺലിമിറ്റഡ് ആണ്. ഇനി മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും ചില പ്രൊവിഷൻസ് ഇടല് വോയിഡ് ആണ്. അത്തരം പ്രൊവിഷൻസ് മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും ഉണ്ടാവാൻ പാടില്ല. എനി പ്രൊവിഷൻ, അത് എല്ലാ കമ്പനീസിനും അല്ല, ഈ കമ്പനീസ്, any provision in the memorandum or articles in the case of a company limited by guarantee and not having share capital, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ഗ്യാരണ്ടി കമ്പനികളിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെക്കുന്നത് വോയിഡ് ആണ്. ഏത് പ്രൊവിഷൻ? purporting to give any person a right to participate in the divisible profit of the company otherwise than as a member shall be void. മെമ്പർ അല്ലാത്ത ഏതെങ്കിലും ആളുകൾക്ക് കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കാൻ ഉള്ള ഒരു പ്രൊവിഷൻ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ ഉണ്ടെങ്കിൽ അത് എങ്ങനത്തെ കമ്പനികളിൽ? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ഗ്യാരണ്ടി കമ്പനികളുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ അങ്ങനെ ഒരു പ്രൊവിഷൻ, മെമ്പർ അല്ലാത്ത ആളുകൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റ്സിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്ന പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻസ് വോയിഡ് ആണ്. സെക്ഷൻ 4 സബ്സെക്ഷൻ 7. ഈ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം? The name stated in the memorandum shall not, താഴെ പറയുന്ന തരത്തിലുള്ള പേരായിരിക്കരുത്. Identical with or resemble
too nearly to the name of an existing company registered under this act or any previous company law. കമ്പനിയുടെ പേര് ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും കമ്പനികളുടെ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതോ ആയ കമ്പനികളുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള ഐഡന്റിക്കൽ വിത്ത് ഓർ റിസംബിൾ ടു നിയർലി ടു ദ നെയിം ഓഫ് എൻ എക്സിസ്റ്റിംഗ് കമ്പനി, അങ്ങനത്തെ പേരുകൾ സെലക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ be such that its use by the company will constitute an offense under any law for the time being in force. ഇന്ത്യയിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു ഒഫൻസ് ആണ്. അങ്ങനത്തെ വാക്കുകൾ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ അൺഡിസൈറബിൾ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പൊ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും കമ്പനിയുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന പേരുകളോ അല്ലെങ്കിൽ ഒഫൻസ് ആയിട്ട് തോന്നുന്ന പേരുകളോ സെൻട്രൽ ഗവൺമെന്റ് ഒപ്പീനിയനിൽ ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന പേരുകളോ ഉപയോഗിക്കാൻ പാടില്ല. സെക്ഷൻ 4 സബ്സെക്ഷൻ 2 പറയുന്നത്. ചില എക്സാമ്പിൾസ് നോക്കാം. പേര് ഇതേപോലെ ഗ്രീൻ ടെക്നോളജി ലിമിറ്റഡ്, ഒരുപാട് എസ് കൂട്ടിയിട്ട് ഗ്രീൻസ് ടെക്നോളജീസ്, ഇങ്ങനെ പേര് ഉപയോഗിക്കാൻ പാടില്ല. നിലവിലുള്ള കമ്പനിയുടെ സാദൃശ്യമുള്ള പേരാണ്. പ്രതാപ് ടെക്നോളജി ലിമിറ്റഡ്, പ്രതാപ്സ് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് പ്രതാപ്സ് ടെക്നോളജി പറ്റില്ല. ABC ലിമിറ്റഡ്, ഇവിടെ എന്ത് ചെയ്തു ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ട് ABC അല്ലെങ്കിൽ ഒരു ഡോട്ട് ഒക്കെ ഇട്ടിടയിൽ ഇങ്ങനത്തെ പേരുകളൊന്നും അനുവദിക്കില്ല. അതുപോലെ ടീം വർക്ക് ലിമിറ്റഡ്, ടീം അറ്റ് വർക്ക്, ടീം ഇങ്ങനെ ഇട്ടു. അസെൻഡ് സൊല്യൂഷൻ, അസെൻഡഡ് സൊല്യൂഷൻ, അസെൻഡിങ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പേരുകൾ ഇട്ടു. അങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. സ്പീക്ക് ഇംഗ്ലീഷ് സൊല്യൂഷൻ ലിമിറ്റഡ്, അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സൊല്യൂഷൻ ലിമിറ്റഡ് പറ്റില്ല. കെംടെക്, CHETAESH, ഇവിടെ TEC എന്നാക്കി. കെംടെക്, കെംടെക് പറ്റില്ല. BK, ഒരു BK, ഇത്തരം പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിലവിലുള്ള കമ്പനികളോട് ഏതെങ്കിലും പേരുകളോട് സാദൃശ്യം തോന്നുന്ന പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. അൾട്രാ സൊല്യൂഷൻ പറ്റില്ല. അൾട്രാ സൊല്യൂഷൻ .com ലിമിറ്റഡ്. രവി ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ്, രവി കോൺട്രാക്ടേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് മാറ്റിയിട്ടു, തിരിച്ചു മറിച്ചിട്ടു, പറ്റില്ല. കളർ സ്പെല്ലിംഗ് ഒന്ന് മാറ്റി കൊടുത്തു, കളർ ടെക്നോളജി. ഡിസ്ക് സൊല്യൂഷൻ, ഇവിടെയും ഒരു കെ മാറ്റി C ആക്കി, പറ്റില്ല. നാഷണൽ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡ്, അപ്പോൾ അത് ഹിന്ദിയിലാക്കി. രാഷ്ട്രീയ വൈദ്യുത് നിഗം ലിമിറ്റഡ്, അങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിലവിലുള്ള പേരുകളോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടില് മുസ്ലിം ലീഗിന്റെ ദിനപത്രമാണ് ഈ ചന്ദ്രിക എന്ന ദിനപത്രം. അവരുടെ മുഖപത്രമാണ് ചന്ദ്രിക. പക്ഷേ കമ്പനി നമുക്കൊരു വേറൊരു സോപ്പ് ഉണ്ട് കേരളത്തിൽ, ഒരു സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചന്ദ്രിക സോപ്പ്. അതിന്റെ കളറും പച്ച കളറാണ്, ഒരു ചന്ദ്രക്കലയുണ്ട്. പക്ഷെ അത് ഇരിങ്ങാലക്കുടയിലോ മറ്റോ ആണ് ആ കമ്പനി നിലനിൽക്കുന്നത്. അത് സ്ഥാപിച്ചത് നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ പേരെന്താണ്, ചന്ദ്രിക സോപ്പിന്റെ നിർമ്മാത, അയാളുടെ പേര് CR കേശവൻ വൈദ്യർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ചന്ദ്രിക സോപ്പ് സ്ഥാപിച്ചത്. ആ കമ്പനി പിന്നീട് ഇപ്പോൾ അത് വിപ്രോയുടെ കയ്യിലാണെന്ന് തോന്നുന്നു. വിപ്രോ അതിനെ പിന്നീട് ടേക്ക് ഓവർ ചെയ്തു. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള വിപ്രോ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷനാണ്, ഇത് ഒരേ പേരായതുകൊണ്ട് ഇത് ചന്ദ്രികയുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള ഒരു സംശയം നൽകും. അങ്ങനത്തെ പേരുകൾ, സെയിം പേരുകൾ വരാൻ പാടില്ല എന്നാണ് പുതിയ കമ്പനീസ് ആക്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാം. SM കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്, അതിന് SMS കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്, ഒരേ പേരല്ല. രവി കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ്,
രവിശങ്കർ കോൺട്രാക്ടേഴ്സ് ചെയ്യാം. ഇഷ ഇൻഡസ്ട്രീസ് അനീഷ ചെയ്യാം. അൾട്രാ സൊല്യൂഷൻ ലിമിറ്റഡ് സുപ്രീം അൾട്രാ സൊല്യൂഷൻ .com ലിമിറ്റഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക് സൊല്യൂഷൻസ് ഡിസ്കോ സൊല്യൂഷൻ ഇതൊക്കെ മീനിങ് വേറെയാണല്ലോ, അതുകൊണ്ട് ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. ഇനി കമ്പനിയുടെ പേര് ഉപയോഗിക്കുമ്പോൾ ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്ന പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. കമ്പനി ഷാൾ നോട്ട് ബി രജിസ്റ്റേർഡ് വിത്ത് എ നെയിം which any word or expression which is likely to give an impression that the company is in any way connected with or having patronage of the central government, state government, local authority, corporation, body constituted by central government or any state government under any law for the time being in force. കമ്പനിക്ക് ഗവൺമെന്റുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിയുമായിട്ടോ ഏതെങ്കിലും കോർപ്പറേഷനുമായിട്ടോ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏതെങ്കിലും ബോഡിയുമായിട്ടോ ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ലൈക്ലി ടു ഗിവ് എൻ ഇംപ്രഷൻ ദാറ്റ് കമ്പനീസ് ഇൻ എനി വേ കണക്റ്റഡ് വിത്ത് ഓർ ഹാവിംഗ് പാട്രണേജ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനത്തെ വേർഡുകൾ അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. കമ്പനി ഷാൾ നോട്ട് ബി രജിസ്റ്റേർഡ് വിത്ത് എ നെയിം which in any way connected or having patronage with the central government or any word or expression which is likely to give an impression that the company is in any way connected with or having patronage with the central government or state government, local authority, corporation or body constituted by the central government or state government under any law for the time being in force. നമുക്ക് സാധാരണയായിട്ട് സംശയം തോന്നാറുണ്ട് UAE എക്സ്ചേഞ്ച് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. UAE എക്സ്ചേഞ്ച് അത് പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നു ഇത് UAE ഗവൺമെന്റിൻ്റെതാണെന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും നമ്മുടെ ഷെട്ടിയുടേതായിരുന്നു, മംഗലാപുരത്തുള്ള ഷെട്ടിയുടേതായിരുന്നു UAE എക്സ്ചേഞ്ച്. അപ്പം അതിൻ്റെ എന്തോ ഓണർഷിപ്പ് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, വേറെ ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട് അത് അവരുടേതായിരുന്നു ഒക്കെ. നമ്മളതല്ല ഡിസ്കഷൻ. അപ്പോൾ അതൊരു ഗവൺമെന്റിനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് സെയിം പേര് ഈ പേര് ഉപയോഗിച്ചത് കൊണ്ട്. ഓക്കെ, ഇത്തരം പേരുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ such word or expression as may be prescribed unless the previous approval of the central government has been obtained for the use of any such word or expression. ചില വേർഡുകൾ പറയുന്നുണ്ട്, അത്തരം വേർഡുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് അപ്രൂവൽ എടുത്തിട്ട് വേണമെങ്കിൽ അത്തരം വേർഡ്സുകൾ കമ്പനിയുടെ പേരിന്റെ കൂടെ ഉപയോഗിക്കാം. ചില പേരുകൾ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിലോ മറ്റ് ലാംഗ്വേജുകളിലോ അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ബോർഡ്, കമ്മീഷൻ, അതോറിറ്റി, അണ്ടർടേക്കിംഗ്, നാഷണൽ, യൂണിയൻ, സെൻട്രൽ, ഫെഡറൽ, റിപ്പബ്ലിക്, പ്രസിഡന്റ്, രാഷ്ട്രപതി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഗാർഡിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ്, കോർപ്പറേഷൻ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആൻഡ് ദ ലൈക്ക്, മുനിസിപ്പൽ, പഞ്ചായത്ത്, ഡെവലപ്മെന്റ് അതോറിറ്റി, പ്രൈം മിനിസ്റ്റർ ഓർ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റർ, നാഷൻ, ഫോറസ്റ്റ് കോർപ്പറേഷൻ, ഡെവലപ്മെന്റ് സ്കീം, സ്റ്റാറ്റ്യൂട്ട്, സ്റ്റാറ്റ്യൂട്ടറി, കോർട്ട് ഓർ ജുഡീഷ്യറി, ഗവർണർ, ബ്യൂറോ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഗവൺമെന്റിന്റെ application for name. Person may make an application in such form along with such fee to the registrar for reservation of name. കമ്പനിയുടെ പേര് എടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിശ്ചിത ഫീസ് കൂടെ വെച്ചുകൊണ്ട് പേര് റിസർവ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. പേഴ്സൺ മേ മേക്ക് an application in such form. സ്പൈസ് ഫോം ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ ഫോം പരിശോധിച്ചുകൊണ്ട് അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള mca.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക. സ്പൈസ് പ്ലസ് ഫോം INC 32 എന്ന് പറയുന്ന ഫോം ഉണ്ട്. ആ ഫോമിലാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യും, ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് റീസബ്മിഷൻ ചെയ്യാൻ വേണ്ടി പറയും. അതിനുവേണ്ടി ഒരു 15 ദിവസത്തെ സമയം തരും. റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്ട്സ്, നമ്മളത് ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 15 ദിവസത്തെ സമയം കൂടി തരും ഫോർ റീസബ്മിഷൻ. എന്നിട്ട് രജിസ്ട്രാർ അത് പരിശോധിച്ചിട്ട് നെയിം അലോട്ട് ചെയ്യും. സെൻട്രൽ രജിസ്ട്രേഷൻ
sender. ഈ നെയിം റിസർവ് ചെയ്ത് വെക്കുന്നത് ഫോർ എ പീരീഡ് ഓഫ് 20 days ആണ്. Upon receipt of an application, the registrar may, on the basis of the information in a document furnished along with the application, reserve the name for a period of 20 days. Registrar of Companies അത് 20 ദിവസത്തിന് നമുക്ക് ആ പേര് റിസർവ് ചെയ്ത് വെക്കും ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ. അത് അപ്രൂവ് ചെയ്തതിനു ശേഷം 20 ദിവസം കൂടെ അത് നമുക്ക് തരും, റിസർവ് ചെയ്ത് വെക്കും. In case of application is for the reservation of name or change of its name by an existing company, നിലവിലുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർ പേര് ചേഞ്ച് ചെയ്യാനൊക്കെ കൊടുത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിലവിലുള്ള കമ്പനികളാണെങ്കിൽ റിസർവ് ചെയ്ത് വെക്കുന്നത് ഫോർ എ പീരീഡ് ഓഫ് 60 days, 60 ദിവസത്തിനാണ്, അല്ലെങ്കിൽ 20 daysനാണ്. ഇനി അതെല്ലാം നമുക്ക് നെയിം കിട്ടി, പക്ഷെ ആഫ്റ്റർ റിസർവേഷൻ ഓഫ് ദ നെയിം it is found that it was applied by furnishing wrong or incorrect information. Registrar കണ്ടെത്തി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് റോങ് ആയിട്ടുള്ള, ഇൻകറക്റ്റ് ആയിട്ടുള്ള പെർട്ടിക്കുലേഴ്സ് ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ നെയിം റിസർവേഷന് വേണ്ടി അപ്ലൈ ചെയ്തെന്ന് രജിസ്ട്രാർ കണ്ടെത്തി കഴിഞ്ഞാൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, if the company has not been incorporated, then the reserved name shall be cancelled and the person making application shall be liable to a penalty which may extend to 1 lakh rupees. കമ്പനി ഇതുവരെ ഫോം ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പേര് തന്നു പക്ഷെ കമ്പനി ഇൻകോർപ്പറേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, a reserved name shall be cancelled and the person making the application shall be liable to a penalty which may extend to 1 lakh rupees. കമ്പനി ഓൾറെഡി ബീൻ ഇൻകോർപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ആഫ്റ്റർ ഗിവിംഗ് an opportunity of being heard, നമ്മളോട് ചോദിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് കമ്പനി ടു ചേഞ്ച് ഇറ്റ്സ് നെയിം, കമ്പനിയുടെ പേര് മാറ്റാൻ വിതിൻ എ പീരീഡ് ഓഫ് 3 months ആഫ്റ്റർ പാസിംഗ് an order resolution. അല്ലെങ്കിൽ രജിസ്ട്രാർ വിൽ ടേക്ക് an action for striking of the name, കമ്പനിയുടെ പേര് വെട്ടാൻ വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കും. ഒന്നിൽ കമ്പനിയോട് ഡയറക്റ്റ് ചെയ്യും, പേര് മാറ്റാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മേക്ക് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ഇത് ഓൾറെഡി കമ്പനി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് നോട്ട് ഇൻകോർപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും, കിട്ടിയ പേര് ക്യാൻസൽ ചെയ്യും, പെനാൽറ്റിയും വരും. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കമ്പനിയോട് പേര് മാറ്റാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യും, കമ്പനിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്യും, ആൻഡ് ഓൾസോ ഓർ മേക്ക് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ഇനി സെക്ഷൻ 5 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 5 അത് ഡിഫൈൻ ചെയ്തിട്ട് മെമ്മോറാണ്ടം ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ആർട്ടിക്കിൾസ് ഡിഫൈൻ ചെയ്തു. ആർട്ടിക്കിൾസ് മീൻസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി as originally framed or altered from time to time. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് that contain regulation for management of the company. കമ്പനിയുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. റെഗുലേഷൻ, ഇന്ത്യൻ റെഗുലേഷൻസിന് വേണ്ടിയുള്ളതാണ്. ആർട്ടിക്കിൾസ് ഷാൾ ഓൾസോ കണ്ടെയ്ൻ സച്ച് മാറ്റേഴ്സ് ആസ് വി പ്രിസ്ക്രൈബ്. അത് ഷെഡ്യൂൾ 1 തന്നെ ആർട്ടിക്കിൾസിന്റെ മോഡൽ ആർട്ടിക്കിൾസ് ഷെഡ്യൂൾ 1 പറയുന്നുണ്ട്, ഷെഡ്യൂൾ 1 മോഡൽ ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്. മേ ബി അഡോപ്റ്റഡ് ഐദർ ഇൻ ടോട്ടലി ഓർ അതർവൈസ്. അത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യാം, അതിൽ നമുക്ക് വേണ്ട അഡീഷണൽ മാറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാറ്റുകയും ചെയ്യാം. ഫോംസ് ഷെഡ്യൂൾ 1 ടേബിൾ എഫ്, എച്ച്, ജി, ജെ, ഐ. ലിമിറ്റഡ് ബൈ ഷെയർസ്, ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് കമ്പനി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, unlimited company having share capital. F, H, G ആണ്, J, I. ഈ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിരിക്കണം. F, H, G, J, I. അഡീഷണൽ മാറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാം ഇൻ ദ ആർട്ടിക്കിൾസ്. ഇനി ഈ കമ്പനീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു പ്രൊവിഷനാണ് എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു അഡീഷണൽ പ്രൊവിഷൻസ് വെക്കാം. എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ, അതായത് കമ്പനിയിലുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, മൈനോറിറ്റി മെമ്പേഴ്സിന്
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഫോർമേഷൻ സമയത്തോ അല്ലെങ്കിൽ സബ്സീക്വന്റ് ആയിട്ട് അമെൻഡ്മെന്റ് നടത്തിയിട്ടോ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഇങ്ങനെ ഒരു എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് വെക്കാം. എന്താണ് ഈ എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് ഉണ്ടായാൽ? certain provisions in the articles of association can be changed only by passing more than special resolution. സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പറയുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ റെസൊല്യൂഷൻ പാസ് ആവണമെന്നുണ്ടെങ്കിൽ വോട്ട് ഇൻ ഫേവർ ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 3 times ഓഫ് വോട്ട് അഗെയിൻസ്റ്റ്. പക്ഷെ അതിനേക്കാളും മോർ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ വെക്കാം. certain provisions in the articles ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയേഴ്സ് വേണമെന്ന് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വെക്കാം. അത്തരം പ്രൊവിഷൻസിനെയാണ് എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് സംതിങ് സച്ച് ആസ് 100% കൺസെന്റ്, എല്ലാവരും സമ്മതിച്ചാലാണ് ഈ ആർട്ടിക്കിൾസിലെ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വെക്കാം. അത് ചില മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനോ വേണ്ടിയോ മറ്റോ ചെയ്യാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് സമയങ്ങളിൽ ചെയ്യാം. ഒന്ന് ഓൺ ദ ഫോർമേഷൻ ഓഫ് ദി കമ്പനി ഓർ ബൈ ആൻ അമെൻഡ്മെന്റ്. കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് വെക്കാം, അല്ലെങ്കിൽ പിന്നീട് അമെൻഡ് ചെയ്തിട്ടും പ്രൊവിഷൻസ് വെക്കാം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമെൻഡ്മെന്റ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഗ്രീഡ് ബൈ ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പർമാരും അഗ്രി ചെയ്തിരിക്കണം അമെൻഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. പബ്ലിക് കമ്പനി ആണെങ്കിൽ അഗ്രീഡ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇങ്ങനെ അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സീക്വന്റ് ആയിട്ട് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി അഗ്രീഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. പബ്ലിക് കമ്പനി ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി അഗ്രീഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഫോർ certain provisions in the articles we make that company can follow more restrictive procedures than passing a special resolution for altering that specific clause in the articles. For that purpose, the company may include an entrenchment provision in the articles that may be included either on the formation of the company or by a subsequent amendment. ഇനി ഏതെങ്കിലും കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഇങ്ങനെ എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അത് ഫോർമേഷൻ സമയത്തോ അല്ലെങ്കിൽ ബൈ അമെൻഡ്മെന്റ് വഴിയോ അങ്ങനെ ഒരു എൻട്രഞ്ച് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ഗിവ് നോട്ടീസ് ടു ദ രജിസ്ട്രാർ. രജിസ്ട്രാറെ അത് അറിയിക്കണം ഇൻ ദ ഫോം ആൻഡ് മാനർ. അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്പൈസ് ഫോം ആണ്. നേരത്തെ INC 7 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒമിറ്റഡ്. ഇപ്പോൾ സ്പൈസ് ഫോമിലാണ് അത്. ഇൻകോർപ്പറേറ്റ് സമയത്ത് എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അമെൻഡ്മെന്റ് വഴി ചെയ്യുകയാണെങ്കിൽ MGT 14 എന്ന് പറയുന്ന ഫോമിലാണ്. വിതിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രഞ്ച്മെന്റ് ഓഫ് ദ ആർട്ടിക്കിൾസ് അത് ഫയൽ ചെയ്തിരിക്കണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ സെക്ഷൻ 4 കഴിഞ്ഞു, മെമ്മോറാണ്ടം. സെക്ഷൻ 5 ആർട്ടിക്കിൾസ് കഴിഞ്ഞു. സെക്ഷൻ 3 നേരത്തെ കഴിഞ്ഞു. സെക്ഷൻ 3A കഴിഞ്ഞു. ഇനി സെക്ഷൻ 6, 7 നമ്മൾ കഴിഞ്ഞതാണ്. 8 ചെയ്തിട്ടില്ല. 8 നമുക്ക് പിന്നീട് ചെയ്യാം. സെക്ഷൻ 6 നോക്കാം. ആക്ട്, ഓവർറൈഡ്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് എക്സെട്ര. The provisions of this act shall have effect notwithstanding anything to the contrary contained in the memorandum, articles, agreement executed by it, or resolution passed by the company in general meeting, and resolution passed in board of directors, whether the same is registered, executed, or passed as the case may be before or after the commencement of this act, and any provision contained in the memorandum, articles, agreement, or resolution shall, to the extent which is repugnant to the provisions of this act, become void as the case may be. നമ്മുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ നമ്മൾ ഉണ്ടാക്കുന്ന അഗ്രിമെന്റ്സിലോ നമ്മൾ പാസ്സാക്കിയ റെസൊല്യൂഷൻ, ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കിയ റെസൊല്യൂഷനിലോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ്സാക്കിയ ബോർഡ് റെസൊല്യൂഷനിലോ അത് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, പാസ് ചെയ്തു, എന്തെന്നെ ആയാലും അത് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിരിക്കാൻ പാടില്ല. കമ്പനീസ് ആക്ടിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനാണ് നിലനിൽപ്പ്, അല്ലാത്ത കാര്യങ്ങളെല്ലാം വോയിഡ് ആണ്. കമ്പനീസ് ആക്ട്, ഓവർറൈഡ്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് എക്സെട്ര. ഇതാണ് സെക്ഷൻ 6 പറയുന്നത്.
ഓക്കെ, നമുക്ക് ഇനി സെക്ഷൻ 8 ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.